അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. ദൈവാത്മാവ് ഒരു മനുഷ്യനിൽ വരുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും ഇരുൾ അഥവാ ദുരാത്മാവ് നീങ്ങിപ്പോകുമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ശൗലിൽ നിന്നും യഹോവയുടെ ആത്മാവ് വിട്ടുമാറി ഒരു ദുരാത്മാവ് അവനിൽ വന്നുവെന്ന് 1 ശമൂവേൽ 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ലാതാനും. ഇവിടെ തണുപ്പ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഡ്വെല്ലിംഗ് പ്ലേസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദുരാത്മാവിൻ്റെ വീട് എന്ന് സാരം. ദൈവത്തിൻ്റെ മന്ദിരമായ നമ്മെ ദുരാത്മാവിൻ്റെ മന്ദിരമാക്കുവാനാണ് സാത്താൻ നമ്മെക്കൊണ്ട് പാപം ചെയ്യിക്കുന്നത് എന്ന് നാം ഓർക്കണം. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് ദുരാത്മാവ് പറയുന്നു. ഉടനെ വന്നത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ദുരാത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ദുരാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പോകുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് വന്ന് താമസിക്കുന്നു. ദുരാത്മാവ് ഒരു മനുഷ്യനിൽ വരുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെയാകുന്നു. ആ വ്യക്തിയുടെ ഹൃദയം പാഴും ശൂന്യവുമായി തീരുന്നു. സ്വഭാവത്താൽ ദൈവമായവനെ, യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുവാനുള്ള കഴിവ് ആ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നു. സത്യദൈവമുണ്ട്, അപ്പോൾ തന്നെ സ്വഭാവത്താൽ ദൈവമല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് ദൈവങ്ങളും ഭൂമിയിലുണ്ട്. ദുരാത്മാവ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ ആ ഹൃദയത്തിൽ നിന്നും സത്യദൈവത്തോടുള്ള വിശ്വാസം, സ്നേഹം, പ്രത്യാശ, അനുസരണം എന്നീ ഗുണങ്ങൾ നഷ്ടപ്പെട്ട് ഈ വക സ്വഭാവമില്ലാത്ത ഒരു മരുഭൂമിയായി പാഴും ശൂന്യവുമായി തീരുന്നു. പാഴും ശൂന്യവുമായ ഹൃദയത്തിൽ നിരാശയും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും പകയും പിണക്കവും എല്ലാം ഉണ്ടാകും. ആ ഹൃദയത്തിൽ കൺഫ്യൂഷൻ അഥവാ സംഭ്രാന്തി ഉണ്ടാകുന്നു. എല്ലാം താറുമാറായി അലങ്കോലമായി കിടക്കുന്ന അവസ്ഥയായി ആ ഹൃദയം മാറ്റപ്പെടുന്നു. ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാതെ പലതിനെ ചൊല്ലി വിലപിച്ച് മനം കലങ്ങിയും ഇരിക്കുന്ന അവസ്ഥയായിരിക്കും അങ്ങനെയുള്ള ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക. കാരണം പിശാച് കൺഫ്യൂഷൻ്റെ ഏജൻ്റാണ്, സമാധാനമില്ലാത്തവനാണ്. ഒരു മനുഷ്യനെയും ലക്ഷ്യത്തിലെത്തിക്കാതെ നിരാശയിൽ തളയ്ക്കുന്ന പ്രത്യാശയില്ലാത്തവനാണ് സാത്താൻ. അവനൊരു നരകം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവന് അറിയാം. നാം ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ നിരാശനായ വ്യക്തിയോടാണ് സംസാരിക്കുന്നതെങ്കിൽ നിരാശയുടെ വാക്കുകൾ നാം കേൾക്കേണ്ടി വരും. എന്നാൽ പ്രത്യാശയുള്ള ഒരു വ്യക്തിയുമായി നാം സംസാരിക്കുന്നുവെങ്കിൽ പ്രത്യാശയുടെ വാക്കുകൾ നാം കേട്ട് സന്തോഷിക്കും. ഓർക്കുക, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും സമാധാന പ്രഭുവുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മിലുണ്ടെങ്കിൽ നമ്മിൽ നിന്നും നിരാശ ഓടി മാറുകയും സമാധാനവും സന്തോഷവും സത്യദൈവത്തിലുള്ള വിശ്വാസവും നമ്മിൽ നിറയുകയും ചെയ്യുന്നു. കാരണം ദൈവം കലക്കത്തിൻ്റെ അഥവാ കൺഫ്യൂഷൻ്റെ ദൈവമല്ല, നീതിയുടെയും സമാധാനത്തിൻ്റെ ദൈവമാണ്. ദൈവാത്മാവ് നമ്മിൽ വരുമ്പോൾ പലതിനെ ചൊല്ലി വിലപിക്കുവാനോ മനം കലങ്ങുവാനോ കൺഫ്യൂഷൻ ഉണ്ടാകുവാനോ ഇടവരികയില്ല. യെശയ്യാ പ്രവചനം 32-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഉയരത്തിലൊന്നും ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ അഥവാ ഹൃദയത്തിൽ ന്യായം വസിക്കും,
ഉദ്യാനത്തിൽ നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയവാസവുമായിരിക്കും. യെശയ്യാ പ്രവചനം 32 അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. യെശയ്യാ പ്രവചനം 51 അധ്യായം 3 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അതിൻ്റെ മരുഭൂമിയെ ഏദനെപ്പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടം പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീത ഘോഷവും അതിൽ ഉണ്ടാകും. നാം കേട്ട വാക്യങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് മരുഭൂമി ഉദ്യാനമാക്കുന്ന ദൈവാത്മാവിനെ കുറിച്ചാണ്. വെള്ളമില്ലാതെ ഒരു മരുഭൂമിയായി തീർന്ന ഭൂമിയാണെങ്കിൽ ദൈവം അതിനെ മഴ പെയ്യിച്ച് മനോഹര തോട്ടമാക്കും. അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും പ്രത്യാശയുമില്ലാത്ത മരുഭൂമിയുടെ അവസ്ഥയിലുള്ള കലങ്ങി മറിഞ്ഞ അലങ്കോലമായി കിടക്കുന്ന ഹൃദയത്തിൽ ദൈവാത്മാവ് വരുമ്പോൾ ആ ഹൃദയം അടിച്ചുവാരി അലങ്കരിച്ചതായി തീരുന്നു. അവിടെ നിരാശയ്ക്ക് സ്ഥാനം ഉണ്ടാവുകയില്ല, പ്രത്യാശയുണ്ടാകും. പകയുണ്ടാവുകയില്ല, സ്നേഹമുണ്ടാകും. കലഹമുണ്ടാവുകയില്ല, ഐക്യതയുണ്ടാകും. ദുരാത്മാവിന് കയറുവാൻ കഴിയുകയില്ല, കാരണം ദൈവാത്മാവ് അവിടെ വസിക്കുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 12 അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കേട്ടിട്ടുണ്ട്. മാനസാന്തരപ്പെടുന്ന ഒരു മനുഷ്യനിൽ നിന്നും ദുരാത്മാവ് ഇറങ്ങിപ്പോകുന്നു. ദുരാത്മാവ് പറയുന്നത്, ഞാൻ വിട്ടുപോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകുമെന്നാണ്. പാപം ചെയ്യുന്ന വ്യക്തികൾ ദൈവാത്മാവിൻ്റെ നീരൊഴുക്ക് ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഹൃദയത്തിൻ്റെ ഉടമയെ കണ്ടെത്തുക പ്രയാസമാണ്. കാരണം മിക്ക പേരിലും ദൈവാത്മാവോ ദുരാത്മാവോ ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ വിട്ടുപോയ ദുരാത്മാവ് പറയുന്നത്, ഞാൻ വിട്ടുപോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന്. എന്നാൽ ആ ദുരാത്മാവ് താൻ പാർത്തിരുന്ന തൻ്റെ ഭവനമായിരുന്ന വ്യക്തിയുടെ അടുക്കൽ മടങ്ങി വന്നപ്പോൾ അത് അടിച്ചുവാരി അലങ്കരിച്ചിരിക്കുന്നതും എല്ലാം അടുക്കും ചിട്ടയായി സൂക്ഷിച്ചിരിക്കുന്നതുമായ സ്ഥലമായി കണ്ടു. തനിക്കവിടെ കയറി താമസിക്കുവാൻ കഴിയാതെ വണ്ണം അവിടെ ദൈവാത്മാവിൻ്റെ സാന്നിധ്യവും സമാധാനവും പ്രത്യാശയും ധൈര്യവും ഉള്ളതായി കണ്ടു. താൻ ആ മനുഷ്യനെ വിട്ട് വീണ്ടും പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ 7 ദുരാത്മാക്കളെ വിളിച്ചു കൊണ്ടുവന്നു. പക്ഷേ ഉടനെ ആ വീട്ടിൽ കയറാൻ കഴിഞ്ഞില്ല. എങ്കിലും ദുരാത്മാക്കൾ ആ മനുഷ്യൻ്റെ വാതിൽക്കൽ പതുങ്ങിക്കിടന്നു. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം 7 വാക്യത്തിൽ പറയുന്നത് പോലെ, എന്നിട്ട് യേശുവിനെ ലോകത്തിൻ്റെ മഹത്വം കാണിച്ചതുപോലെ അടിച്ചുവാരി അലങ്കരിച്ച ഹൃദയത്തിൻ്റെ ഉടമയെയും ലോകമഹത്വവും മ്ലേച്ഛതയും സകലവിധ പാപവും കാണിച്ചു കൊടുത്തു. ഉടനെ ദൈവാത്മാവുള്ള ആ മനുഷ്യൻ സാത്താൻ്റെ വഞ്ചനയിൽ കുടുങ്ങി വഞ്ചിക്കപ്പെട്ടു പാപം ചെയ്തു. തൻ്റെ ഹൃദയവാതിലിൽ പതുങ്ങിക്കിടന്ന പാപത്തെ അഥവാ സാത്താനെ ജയിക്കുവാൻ കഴിയാതെ, പാപത്തോട് പോരാടി ജയിക്കുവാൻ കഴിയാതെ പാപം ചെയ്തു. യേശുവിനെ തള്ളിപ്പറഞ്ഞ ഉടനെ കോഴി കൂകി എന്ന് പറഞ്ഞതുപോലെ പാപം ചെയ്ത ഉടനെ 8 ദുരാത്മാക്കളും ഒരുമിച്ച് ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുകയും ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഒരിക്കലും ദൈവാത്മാവിന് വരുവാൻ കഴിയാത്ത വിധം അവനെ അടിമയാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം ദൈവാത്മാവിൻ്റെ നീരൊഴുക്ക് ആയതിനാൽ വീണ്ടും മരുഭൂമിയും പാഴും ശൂന്യവുമായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, പിശാചു വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10 അധ്യായം 10 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹൃദയത്തിൽ ദൈവസാന്നിധ്യമില്ലാതാക്കുവാനും സമാധാനവും സന്തോഷവും പ്രത്യാശയും ധൈര്യവും നഷ്ടപ്പെടുത്തി വിഷാദ രോഗിയും നിരാശയുള്ളവരുമാക്കി ഹൃദയം കഠിനമാക്കുവാനും അനേക പാപങ്ങൾ നമ്മെക്കൊണ്ട് ചെയ്യിക്കുവാനും നിത്യനരകത്തിന് നമ്മെ യോഗ്യരാക്കുവാനുമാണ് സാത്താൻ നമ്മിൽ കടക്കുവാൻ ശ്രമിക്കുന്നത്. അവൻ നമ്മിൽ കടന്നാൽ നമ്മുടെ ഹൃദയം പാഴും ശൂന്യവുമായി തീരുകയും ഇരുളടഞ്ഞതായി മാറുകയും മരുഭൂമിക്ക് തുല്യമായി ഹൃദയം രൂപാന്തരപ്പെടുകയും കനിവിൻ്റെയോ സ്നേഹത്തിൻ്റെയോ നനവ് നമ്മിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. എന്നാൽ യേശു നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നമ്മുടെ ഹൃദയം ദൈവിക സമാധാനത്തിൽ നിറയുകയും എല്ലാവരോടും നമുക്ക് കരുണ തോന്നുകയും ചെയ്യുന്നു. ദൈവാത്മാവ് നമ്മിൽ വന്നാൽ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ധൈര്യത്തിൻ്റെയും നീരൊഴുക്ക് ഉണ്ടാവുകയും അത് മറ്റനേകരിലേക്ക് ഒഴുകി അനേകർ ആശ്വാസം പ്രാപിക്കുവാനിടയായി തീരുകയും ചെയ്യുന്നു. തന്നെയുമല്ല, ഹൃദയത്തിൻ്റെ പിരിമുറുക്കം മാറുകയും മുഖത്തിൻ്റെ കാഠിന്യം നീങ്ങിപ്പോവുകയും ചെയ്യുന്നു. ദൈവിക സന്തോഷവും സമാധാനവും
ഹൃദയത്തിലും മുഖത്തിലും മറ്റുള്ളവർ ദർശിക്കുമാറ് വിളങ്ങുകയും ചെയ്യുന്നു. ഓർക്കുക, ചെറിയൊരു പാപമാണ് മാനസാന്തരപ്പെട്ട ഒരു ദൈവകുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് ദുരാത്മാവിനെ കയറുവാനുള്ള കോണിപ്പടിയായി തീരുന്നത്. ആകയാൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പാപത്തെ നമുക്ക് കീഴടക്കാം. പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യമാണ് നാം കേട്ടത്. പാപത്തെ കീഴടക്കിക്കൊണ്ട് സമാധാനമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി തീരുവാനും സമാധാനം അന്വേഷിച്ച് പിന്തുടരുവാനും കഴിയേണ്ടതിന് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് യേശുവിനെ സ്നേഹിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ ഈ ഭൂമിയിൽ തിളങ്ങുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.